ഹലോ. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അറിയാൻ വിചാരിക്കുന്നത് തെങ്ങുകയറ്റക്കാരൻ്റെ പെണ്ണ് കാണല്ലേ. അപ്പോൾ നമ്മൾ ഇന്നലെ ഇടേണ്ടതാണ്. ഒരുപാട് ആൾക്കാർ ചോദിച്ചു, ഇന്നലെ വരേണ്ടതാണ്, 7 മണിക്ക് വരേണ്ടതാണ്. പിന്നെ യുദ്ധം അല്ലേ, അത് വല്ലാത്ത പെട്ടെന്നൊരു ഷോക്ക്ഡായി അല്ലേ. അതും GCC കൺട്രി. GCC കൺട്രി പറഞ്ഞാൽ നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് GCCയിൽ. അത് ഞാൻ വർക്ക് ചെയ്ത പാം ജുമേറിലേക്ക് ഇന്നലെ ബോംബിട്ടുണ്ടായിരുന്നു. പാം ജുമേർ ബോംബിട്ടതല്ല, മിസൈലിൻ്റെ ഭയങ്കര അത് ബുർജ് അൽ അറബ് ഒക്കെ നമ്മളൊക്കെ വർക്ക് ചെയ്ത സ്ഥലങ്ങളായിരുന്നു. അത് ഭയങ്കര ഷോക്ക്ഡായി പോയി. പെട്ടെന്ന് തന്നെ നമ്മുടെ കുറേ ആൾക്കാർ പറഞ്ഞാൽ എൻ്റെ കൂടെ ജോലി ചെയ്തവരും എൻ്റെ നാട്ടുകാരും എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ഗൾഫിൽ തന്നെ ഒക്കെ വിളിച്ചു നോക്കി. ഒരു പ്രശ്നമില്ല, ആരും എല്ലാവരും അല്ലേ. ഏറ്റവും കൂടുതൽ ഞാൻ അപ്പോൾ സച്ചിനോട് ചോദിച്ചു, സച്ചു നീ ഇപ്പോൾ ഞാൻ ഗൾഫിലാണെങ്കിൽ ഇപ്പോൾ പേടിച്ച് വരച്ചിട്ടല്ലോ. ഒന്നാമത് ഞാൻ വർക്ക് ചെയ്ത് പാം ജുമേറിലുള്ള വൺ ആൻഡ് ഓൺലി ഹോട്ടലിലാണ് വർക്ക് ചെയ്ത്. അപ്പോൾ നന്നായി പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ അല്ലേ ഭയങ്കരമായിട്ട് പേടിച്ച് വരച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ GCC നമുക്ക് അവിടെ വലിയ പ്രശ്നം ഉണ്ടായില്ല. ചെറിയ ന്യൂസ് കേൾക്കുമ്പോൾ നമ്മൾ നമ്മൾ പേടിച്ചു. പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും യുദ്ധം പെട്ടെന്ന് തീരുമ്പോൾ വലിയ പ്രശ്നമില്ല. വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ വലിയ കുഴപ്പമില്ല. ഒരു ചെറിയ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞു. ശബ്ദം കേട്ടത് അവിടെയുള്ളവർക്ക് കറക്റ്റായി പറയാൻ പറ്റുള്ളൂ. നമ്മൾ ന്യൂസുകാരനെക്കാളും അവിടെ വർക്ക് ചെയ്ത ഒരുപാട് ആൾക്കാർക്ക് പറയാൻ പറ്റി. അപ്പോൾ അധികം പേടിക്കേണ്ട. ചെറിയ സൗണ്ട് കേട്ടിട്ടുണ്ടായിരുന്നു. 2-3 മിസൈലിനെ പ്രതിരോധിച്ചതിന്റെ ഭാഗങ്ങൾ ചെതറിച്ചതെന്നാണ് കുറെ ആൾക്കാർ പറഞ്ഞത്. പിന്നെ ഓക്കെ, കൂടുതലൊന്നും പറയാനില്ല, പേടിക്കാനൊന്നും വേണ്ടല്ല. ഇപ്പൊ ന്യൂസിൽ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഭാര്യയും മക്കളൊക്കെ ആയിരിക്കും. ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ പ്രവാസികളുടെ ഫാമിലിയൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെ പ്രശ്നമൊന്നുമില്ല. പെട്ടെന്ന് ഈ GCC കൺട്രിയിലൊന്നും പെട്ടെന്ന് അങ്ങനെ യുദ്ധം ഉണ്ടായില്ല അല്ലേ. കാരണം അവരൊരിക്കലും GCC കൺട്രിക്കാർ ഒരിക്കലും തിരിച്ചടിക്കുന്ന ആൾക്കാരല്ല. തിരിച്ചടിക്കുന്നതിന് വേണ്ടി യുദ്ധത്തിന് ആഗ്രഹിക്കുന്ന ആളല്ല. അത് പോട്ടെ, നമ്മൾ ഒരുപാട് അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. അപ്പൊ എന്തായാലും അതൊക്കെ പെട്ടെന്ന് ഫിനിഷാവും അല്ലേ. അതിനെക്കുറിച്ച് ആരും വറീഡ് ആകണ്ട, എല്ലാവരും പ്രാർത്ഥിക്കുക. അപ്പൊ ആ യുദ്ധം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ എല്ലാവർക്കും. യുദ്ധം തുടങ്ങിയാൽ എല്ലാ മേഖലയിലും ബാധിക്കും. സ്വർണത്തിനൊക്കെ പെട്ടെന്ന് വില കൂടും, പെട്രോളിന് എല്ലാം. രണ്ട് യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താ സംഭവം, രണ്ട് വ്യക്തികൾ തമ്മിലുള്ള അല്ലെങ്കിൽ അവർ വൈരാഗ്യം തമ്മിലുള്ള ഇതാണ്. പക്ഷെ ബാധിക്കുന്നത് ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ആൾക്കാരാണ്. അതിൽ മരിക്കുന്നതും എല്ലാം ഒരു പാവപ്പെട്ട ആൾക്കാർ ഒന്നും അറിയാത്ത. അപ്പൊ പരമാവധി എല്ലാവരും യുദ്ധം ഒഴിവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. അതിന് നമുക്ക് രക്ഷയുള്ളൂ. വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ. അതിനൊക്കെ മുകളിലൊക്കെ ഒരുപാട് ഗെയിം പ്ലാനുകളുണ്ട്. എല്ലാം പ്രാർത്ഥിക്കുക, ദൈവമേ ഒരിക്കലും ഒരു യുദ്ധം എവിടെയും ഉണ്ടാകരുത്. അല്ല ആര് മരിച്ചാലും. ഇപ്പൊ നമ്മള് ഇന്ത്യ പാകിസ്ഥാൻ ഇടയ്ക്ക് യുദ്ധം ചെയ്യുമ്പോഴും ഞാൻ ആലോചിക്കാറുള്ളത് ഒരു ഇതായിട്ട് പറയല്ല. അപ്പൊ നമ്മൾ ആലോചിക്കാറുള്ളത് നമ്മൾ പറയും പാകിസ്ഥാനിൽ എത്ര ആൾ മരിച്ചു, ഇതിൽ എത്ര ആൾ മരിച്ചു പറയുമ്പോൾ ആ പാകിസ്ഥാനിൽ മരിക്കുന്ന ആളായാലും നമ്മളൊക്കെ ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെയൊക്കെ ഒരു പാവപ്പെട്ട ആൾക്കാരാണ്. അവർക്കും നമ്മളെ പോലെ തന്നെയായിരിക്കും അല്ലെ. മക്കളും ഭാര്യമാരും കുഞ്ഞുങ്ങളൊക്കെ ഒന്നും അറിയാത്ത, പാകിസ്ഥാനിലായാലും നമ്മളുടെ ആയാലും അത് ഒന്നും അറിയാത്ത ആൾക്കാർ മരിക്കുമ്പോൾ അത് ഭയങ്കര വിഷമമാണ്. അതിപ്പോൾ എവിടെയായാലും, ഏത് രാജ്യത്തായാലും ഇതായാലും എവിടെയായാലും ആർക്കും ഒന്നും പറ്റാതിരിക്കട്ടെ അല്ലേ. അല്ലെങ്കിൽ ഈ നേതാക്കന്മാർ തമ്മിൽ അവരൊരിക്കലും ഗ്രൗണ്ടിൽ ഇറങ്ങില്ലല്ലോ, അവർക്ക് ഓർഡർ കൊടുക്കല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും അതുപോലത്തെ യുദ്ധം ഇരിക്കട്ടെ, ആരും സാധാരണക്കാരും മരിക്കാതിരിക്കട്ടെ, അത് മാത്രമേ പ്രാർത്ഥിക്കാനുള്ളൂ. അപ്പോൾ വേറെന്താ വിശേഷം? നമ്മളൊരു വീഡിയോന്റെ ഭാഗമായിട്ട് വന്നാട്ടോ. എല്ലാവരും ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പൊ ഇന്നലെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയച്ചു വാട്സാപ്പിൽ. വരാൻ പറ്റില്ല നമുക്ക്, കാരണം നമ്മളൊരു ഗൾഫുകാരായിരുന്നു. അപ്പൊ നമ്മുടെ വീട്ടിലെ അവസ്ഥ നമുക്ക് അറിയാം. അപ്പൊ വലിയ യുദ്ധമൊന്നുമില്ല, എന്നാലും ആ ന്യൂസ് ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും. എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരുപാട് ഫ്ലൈറ്റ് ഒക്കെ നിർത്തി വെച്ചില്ല, ദുബായിലേക്കും അവിടത്തേക്കും സൗദിയിലേക്കും ഓൾ GCC കൺട്രിയിലേക്ക് നിർത്തി വെച്ചിട്ട് പെട്ടെന്ന് ഈ 3 മണിക്ക് ശേഷം ഏകദേശം 1 മണിയായില്ലേ, ഏകദേശം 3 മണിക്ക് ശേഷം അത് വീണ്ടും പഴയ പോലെ ആണെന്ന് വിചാരിക്കുന്നു, അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാവരും സമാധാനത്തോടെ. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിന് കുറേ ആൾക്കാരെ വിളിച്ച് കിട്ടിയില്ല. എല്ലാവരും വിളിച്ച് കിട്ടിയില്ല. എല്ലാ ന്യൂസ് കാണുന്നുണ്ട്. കുറേ ട്രൈ ചെയ്തു, എൻ്റെ നമ്പർ കുറേ ആൾക്കാരുടെ നമ്പർ പോയി, അല്ലെങ്കിൽ എല്ലാവരും വിളിച്ച് നോക്കുമായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്ത് കമ്പനിയിൽ എല്ലാവരും, ആർക്കും ഒരു പ്രശ്നം, എല്ലാവരും സേഫ് ആയിരിക്കട്ടെ, അത് മാത്രമേ പറയാനുള്ളൂ അല്ലേ. പിന്നെ വേറെ ചെയ്യാൻ വേണ്ടിട്ട് വന്നതായിരുന്നു കേട്ടോ. തെങ്ങിൻ തോപ്പിന്റെ കണ്ടുപിടിച്ച് വന്നതാണ്. വന്നിരിക്കുകയാണ്. അപ്പൊ വീഡിയോ വരുന്നുണ്ട്, എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. അതുകൊണ്ടാട്ടോ ഇന്നലെ എല്ലാവരും പ്രദേശത്തോടെ അവസാനിപ്പിക്കാൻ വിചാരിച്ചാണ്. അപ്പൊ ഇന്നലെ അങ്ങനത്തെ ഒരു കാരണം കൊണ്ട് നമുക്കത് അവസാനിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇന്ന് അത് അല്ലേ, നമ്മൾ ഇന്നും ഇടണ്ട വിചാരിച്ചാണ്. തീർന്ന ഒരുപാട് ആൾക്കാർ മെസ്സേജ്, നമുക്ക് നല്ലൊരു സാധനം ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോകാനുണ്ട്, അതുകൊണ്ടാണ്. അപ്പൊ ഇന്നൊരു 7 മണിക്ക് വീഡിയോ, ഇന്നലത്തെ വീഡിയോ ആട്ടോ. ഇന്നലെ ഏറ്റവും പറ്റിയില്ല. അപ്പൊ ഇന്നാണ് 7 മണിക്ക് ആ വീഡിയോ വരുന്നത്. ഓക്കെ, അപ്പൊ വേറെ ഒന്നും പറയാനില്ല. എല്ലാവരും സന്തോഷമായിട്ട് സേഫ് ആയിരിക്കുക. ഓക്കെ.